നാദാപുരത്തെ ഗവൺമെൻറ് കോളേജും ധനുവച്ചപുരത്തെ എയ്ഡഡ് കോളേജും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ മുമ്പൊരു ലേഖനം എഴുതിയിട്ടുണ്ട്. എന്താണ് സംഭവം എന്ന് വെച്ചാൽ, അത് ഉമ്മൻചാണ്ടി സർക്കാർ ഭരിക്കുന്ന സമയത്താണ്. ഈ നിയമസഭാ സീറ്റുകളില്ലാത്ത മണ്ഡലങ്ങളിൽ ഗവൺമെൻറ് എയ്ഡഡ് കോളേജുകളില്ലാത്ത നിയമസഭാ മണ്ഡലങ്ങളിലൊക്കെ കോളേജ് അനുവദിക്കാൻ വേണ്ടിയിട്ടൊരു തീരുമാനം കഴിഞ്ഞ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്തെടുത്തു. അങ്ങനെയാണ് നമ്മൾ വേങ്ങരയിലൊക്കെ കോളേജ് വരുന്നത്, കൊണ്ടോട്ടി ഗവൺമെൻറ് കോളേജ് അതൊക്കെ വരുന്നത് അങ്ങനെയാണ്. അപ്പോൾ ആ സമയത്ത് എൻ്റെ നാദാപുരത്തും അങ്ങനെ ഒരു കോളേജ് അനുവദിക്കപ്പെട്ടു. നാദാപുരത്ത് എൻ്റെ വീട്ടിനടുത്താണ് അതിൻ്റെ ഒരു സ്ഥലം ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. സംഭവം എന്ന് വെച്ചാൽ ആ സ്ഥലം എടുക്കാൻ വേണ്ടിയിട്ട് നാട്ടുകാർ പിരിവെടുക്കുകയാണ്. പള്ളിയിൽ നിന്നൊക്കെ പിരിവ്. എന്താണ്, ഒരു ഗവൺമെൻറ് കോളേജ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നാട്ടുകാർ പിരിവെടുക്കുക. അതേ സമയത്ത് തന്നെയാണ് തിരുവനന്തപുരത്തെ NSS കോളേജിന്, ധനുവച്ചപുരത്തുള്ള NSS കോളേജിന് എത്രയോ ഏക്കർ സ്ഥലം, അത് എയ്ഡഡ് കോളേജാണ്, ഏക്കർ സ്ഥലം സർക്കാർ അങ്ങോട്ട് കൊടുക്കുകയാണ്. അവിടെ എയ്ഡഡ് കോളേജിന് സർക്കാർ ഭൂമി അങ്ങോട്ട് കൊടുക്കുന്നു. ഇവിടെ എന്താവുന്നു, ഗവൺമെൻറ് കോളേജിന് നാട്ടുകാർ ഭൂമി സർക്കാരിന് കൊടുക്കുന്നു. ഇതാണ് മലബാറിലും തിരുവിതാംകൂറുള്ള വികസനം തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. ഇത് ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. മിനിയാന്ന് ഞാനൊരു വാർത്ത ചെയ്തു, ഭയങ്കര തമാശയാണത്. ഇവിടെ മാറഞ്ചേരിയിൽ സ്കൂള് 7500 പിള്ളേർ അവിടെ പഠിക്കുന്നത്, ഗവൺമെൻറ് സ്കൂളാണ്. അവിടെ പുതിയ കെട്ടിടം ഉണ്ടാക്കണം, അതിന് വസ്തു മേടിക്കണം. പരിപാടി എന്താ, പിള്ളേർക്കൊക്കെ കൂപ്പൺ കൊടുത്തിരിക്കുകയാണ്. പിള്ളേർക്ക് കൂപ്പൺ, അതിന് കമ്മിറ്റിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്, പണം പിരിക്കുക. എത്രയോ 1 കോടിയോ മറ്റോ MLA കൊടുത്തിട്ടുണ്ട്, ജില്ലാ പഞ്ചായത്തും കുറച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയും വേണം 1 കോടിയും, പിന്നെ 25 ലക്ഷം റുപ്യ ടാക്സും. അപ്പോൾ ആ പൈസ ആര് പിരിക്കണം? പിള്ളേർ പിരിക്കണം, നാട്ടുകാർ പിരിക്കണം. ആർക്ക് വേണ്ടിയിട്ടാണ്? ഗവൺമെൻറ് സ്കൂളിന് ബിൽഡിംഗ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ പിരിക്കുന്ന കുട്ടിക്ക് പിന്നെ സമ്മാനമൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ പത്രത്തിൽ വലിയ വാർത്തയാണ്, എന്താണ് ജനകീയ കൂട്ടായ്മയിൽ ഉയരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. ഇതെന്ത് ഈ ജനകീയ കൂട്ടായ്മ മലപ്പുറത്ത് മാത്രം? ഗവൺമെൻറ് കോളേജ് സ്കൂളിന് കെട്ടിട്ടുണ്ടാക്കേണ്ട പണി നാട്ടുകാരുടെ ആണോ? അവിടുത്തെ ലോക്കൽ പത്രങ്ങളിലൊക്കെ ഏതൊരു ലോക്കൽ പത്രത്തിൽ വാർത്ത കണ്ടിട്ടാണ് എൻ്റെ ശ്രദ്ധയപ്പെടുന്നത്. ഞാൻ തിരിച്ച് വാർത്ത കൊടുത്തു, സർക്കാർ സ്കൂളിന് കെട്ടിടം ഉണ്ടാക്കാൻ കുട്ടികളെ ഉപയോഗിച്ച് പിരിവ് നടത്തുന്നു. ഇതാണല്ലോ ശരിക്കും ചെയ്യുന്നത്. കുട്ടികളെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കരുതെന്നൊക്കെ പറഞ്ഞ് പ്രസംഗിക്കുന്ന ആൾക്കാരാണ്. സർക്കാർ സ്കൂളിന് ഭൂമി മേടിക്കാനും അതിന് ടാക്സ് കെട്ടാനും. ഏത് ഭരണകക്ഷി MLAയുടെ മണ്ഡലത്തിലാണത്. വേറെ തമാശ. അതെന്താണ് മലപ്പുറത്തുകാരെ ഇങ്ങനെ മൂച്ചുമുക്കേറ്റ് ഇങ്ങനെ വാർത്തകളൊക്കെ വിട്ടിട്ട്? മഞ്ചേരി മെഡിക്കൽ കോളേജ് അതിന് കെട്ടിടമുണ്ടാക്കാം, പള്ളിയിൽ പിരിവ് നടക്കും. ഇവിടെ കഴിഞ്ഞ കോവിഡ് കാലത്ത് ഹോസ്പിറ്റലിൽ ഇതില്ല, എക്യുപ്മെൻറ്റ്സ് ഇല്ല ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ. അപ്പോൾ കളക്ടർ ലിസ്റ്റ് ഉണ്ടാക്കി, പിന്നെ ഏതാണ്ട് 1.25 കോടി റുപ്യയുടെ സാധനങ്ങളാണ്, നെബുലൈസർ അടക്കം. സാധാരണ കളക്ടർമാർ ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് അങ്ങോട്ട് അയക്കുക തിരുവനന്തപുരത്തേക്ക്. ഈ കളക്ടർ അങ്ങോട്ട് അയച്ചാൽ അറിയുമെങ്കിൽ പാണക്കാട്ടേക്ക്. സംഭവിച്ചാണ്, സേഫിന് ഓർമ്മയുണ്ട്. നമ്മൾ മീഡിയകളിൽ അത് വലിയ വാർത്തയായിട്ട് കൊടുക്കുന്നു. അവസാനം മൂപ്പർക്ക് ഫേസ്ബുക്ക് തന്നെ പൂട്ടിപ്പോകേണ്ടി വന്നു. കളക്ടർക്ക് ഫേസ്ബുക്ക് അക്കൗണ്ട് പൂട്ടിപ്പോകേണ്ടി വന്നു. അപ്പം പാണക്കാട്ടേക്ക് എത്തേക്കും. പാണക്കാട് ഞങ്ങൾ പറയും പള്ളി നിങ്ങളൊക്കെ കൂടി പിരിവ് നടത്തും, വാഴക്കാട്ട് മുണ്ടുവിലൊക്കെ പിരിവ് നടത്തും. പിന്നെ മനോരമയിൽ വാർത്ത ഒരു മഹത്തായ മലപ്പുറം മാതൃക എന്ന് പറഞ്ഞിട്ട് നിങ്ങളൊക്കെ ഇങ്ങനെ കൈയടിക്കും. ഇതാണ് പരിപാടി. അപ്പം ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ? എന്തുകൊണ്ടാണ് നമുക്കൊരു പഞ്ചായത്ത് വേണം? നമ്മളെ പഞ്ചായത്ത് വലുപ്പം കൂടുതലാണ്, ആൾ കൂടുതലാണ്, നമുക്ക് പഞ്ചായത്ത് വേണം, അല്ലെങ്കിൽ നമുക്കൊരു താലൂക്ക് വേണം, ഒരു ജില്ല വേണം. ഇതൊന്നും പറയാൻ പറ്റാത്തത്. ഇതാണ് അടിസ്ഥാന രാഷ്ട്രീയം എന്ന് പറയുന്നത്. ഈ രാഷ്ട്രീയം ഏറ്റവും ലളിതമായി ഏറ്റവും ഗഹനമായി പഠിപ്പിച്ചൊരു മനുഷ്യനാണ് CH മുഹമ്മദ് കോയ. അദ്ദേഹം ഈ അറബി മുൻഷിമാരെ നിയമിച്ച സമയത്ത് ചന്ദ്രസേന എന്ന് പറഞ്ഞിട്ട് CPMൻ്റെ ഒരു MLA ഉണ്ടായിരുന്നു. അങ്ങനെ എന്താ പ്രസംഗിച്ചറിയാം നമുക്ക്? ഇപ്പോൾ കുട നന്നാക്കാൻ
ആളെ കിട്ടണില്ല. കുട നന്നാക്കാൻ ആളെ കിട്ടണില്ല. എന്താണ്? കുട നന്നാക്കികളൊക്കെ മാഷന്മാരായിപ്പോയി, അറബി മാഷന്മാരായിപ്പോയി. അപ്പം നമ്മളുടെ ഇപ്പോഴത്തെ ഇത് വെച്ചിട്ട് എന്താണ് CH എന്താണ് അതിന് മറുപടി പറയുന്നത്? അയ്യോ, അത് അതൊക്കെ സർട്ടിഫിക്കറ്റുള്ള ആൾക്കാരാണ്, യോഗ്യതയുള്ള ആൾക്കാരാണ്. CH അതൊന്നുമല്ല പറഞ്ഞത്. CH എന്താ പറഞ്ഞാൽ അറിയോ? കുട നന്നാക്കുന്നവരെ മാഷന്മാരാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പാർട്ടി പ്രവർത്തിക്കുന്നതാണ്. ഇതാണ് ഈ അടിസ്ഥാന രാഷ്ട്രീയം എന്ന് പറയുന്നത്. കുട നന്നാക്കുന്ന ഒരു മാഷന്മാരായി പോയതിൽ ഒരു CPM, ഏത് ഒരു പുരോഗമന പ്രസ്ഥാനമായിട്ടുള്ള CPMന് ആകുലത ഉണ്ടാവുക. ഇപ്പുറത്തതിന് അദ്ദേഹം കൊടുക്കുന്ന മറുപടി അതാണ്. ന്യൂനപക്ഷ രാഷ്ട്രീയത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് അതാണ്. കുട നന്നാക്കുന്നവരെ, വെള്ളംകോരികളായിട്ടുള്ള ആളുകളെ, വിറകുവെട്ടികളായിട്ടുള്ള മനുഷ്യരെ, ഓരങ്ങളിൽ ജീവിക്കുന്ന മനുഷ്യരെ അവരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരിക, അവരെ അധികാരത്തിലേക്ക് കൊണ്ടുവരിക, അവരെ ശാക്തീകരിക്കുക. ഇതാണ് രാഷ്ട്രീയം എന്ന് പറയുന്നത്. അല്ലാതെ ഞാൻ നിയമിച്ച മാഷന്മാർക്കൊക്കെ സർട്ടിഫിക്കറ്റ് ഉണ്ട് എന്ന് ഓച്ചാനിച്ച് നിൽക്കുകയല്ല. എൻ്റെ പണി ഇതാണ് കേട്ടോ, ഞാൻ ഇതിനാണ് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നതെന്നാണ് ആ മനുഷ്യൻ പറഞ്ഞത്. അതിൽ വലിയ പാഠമുണ്ട്. അന്ന് ആ വിവാദ കാലത്ത് അദ്ദേഹം പറഞ്ഞ മറ്റൊരു പ്രയോഗമുണ്ട്. ഈ പറയുന്ന നമ്മൾ ഇന്നിപ്പോൾ പറയുന്ന ഹിന്ദുത്വ മാർക്സിസം എന്നൊക്കെ പറയുന്ന സംഗതി ഉണ്ടല്ലോ, അതിനെ ഇത്ര മനോഹരമായി വ്യാഖ്യാനിച്ചൊരു മനുഷ്യനില്ല. നമ്പൂതിരിപ്പാടിൻ്റെ പൂണൂൽ പുറത്തല്ല അകത്താണെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അത്രയും എന്താണ് ആഴമുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ് ഏതെങ്കിലും രാഷ്ട്രീയ പ്രവർത്തകൻ നടത്തിയിട്ട് എൻ്റെ അറിവിലില്ല. അകത്താണ്, നമ്പൂതിരിപ്പാടിൻ്റെ അകത്താണ് പൂണൂൽ. നമ്പൂതിരിപ്പാടിൻ്റെ മേലെ നോക്കി നമ്മൾ കാണാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ രാഷ്ട്രീയം മറന്നു കഴിഞ്ഞാൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. പഞ്ചായത്തോ ജില്ലയോ MLA ഉണ്ടായിട്ട് കാര്യമില്ല. ഈ രാഷ്ട്രീയം, അടിസ്ഥാന രാഷ്ട്രീയം, അതാണ് പ്രധാനമായിട്ടുള്ളത്. അപ്പോൾ ഈ അടിസ്ഥാന രാഷ്ട്രീയത്തെ ന്യൂനപക്ഷ രാഷ്ട്രീയം മുന്നോട്ട് വയ്ക്കുന്ന ഒരു കാഴ്ചപ്പാടുണ്ട്, ഒരു ഫ്രെയിമുണ്ട്. അതിൻ്റെ കാഴ്ചപ്പാടിലൂടെ നോക്കുമ്പോഴാണ് നമ്മൾ CPMനകത്ത് എന്തുകൊണ്ടാണ് കാവി ഇങ്ങനെ മൂടുന്നത് എന്നൊരു തിരിച്ചറിവിലേക്ക് നമ്മൾ എത്തുന്നത്. ഇപ്പോൾ കാവി എന്ന് പറയുമ്പോൾ നമുക്കറിയാം, അത് കാവി ആക്ച്വലി അത് ഇന്ത്യൻ പതാകയിലൊരു നിറമാണ്. ഭാരതീയ സങ്കല്പം, ഭാരതീയ തത്വചിന്തയിലൊക്കെ വലിയ പ്രാധാന്യമുള്ളൊരു നിറമാണ്. പക്ഷേ സാഫ്രൺ, കാവ്യം എന്ന് പറയുമ്പോൾ നമ്മൾ പൊതുവായിട്ട് ഇപ്പോൾ വിദ്യാഭ്യാസത്തിൻ്റെ കാവ്യവൽക്കരണം എന്നൊക്കെ പറയുമ്പോൾ ഒരു അർത്ഥമുണ്ട്, നമുക്ക് മനസ്സിലാവുന്നൊരു അർത്ഥമുണ്ട്. ഹിന്ദു ഇത് പ്രകാരം കാവി ആത്മീയതയുടെ, ആധ്യാത്മികതയുടെ ലക്ഷണമായിട്ടുള്ള സംഗതിയാണ്. പക്ഷേ ഇന്ത്യയിലെ ഹിന്ദുത്വ ബ്രിഗേഡ് അവർ മുന്നോട്ട് വെക്കുന്ന ഒരാശയം, അതിനെ പ്രതിനിധീകരിക്കാനാണ് നമ്മൾ കാവ്യ എന്ന വാക്ക് ഇപ്പോൾ ഉപയോഗിക്കുന്നത്.